ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്കയപ്പമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി, ശകലം റവ, 2 ജീരകം കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് 5-8 ചക്കച്ചുള കുരു കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ചുക്കും ജീരകവും ഏലക്കായും എല്ലാം കൂടെ പൊടിച്ചതാണിത്. പിന്നെ അതിന് വേണ്ടുന്ന ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് വട്ടയിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ ശർക്കര ഒന്ന് പൊടിച്ച് ഇതും കൂടെ അരച്ചിട്ട് കാണിക്കും. ശർക്കര ഇലയ്ക്ക് എല്ലാം കൂടെ പൊടിച്ചതാണ്. അതിലേക്ക് ഞാൻ ഈ ചക്കച്ചുള ഇട്ട് കൊടുക്കും. വരിക്കച്ചക്കയുടെ ചുളയാണ്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാൻ പോകും. നമ്മുടെ ശർക്കര ചക്കപ്പഴവും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പൊടിച്ച് വെച്ചിരുന്ന പൊടിയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു ലേശം ഉപ്പും കൂടെ, എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതൊന്ന് കുഴച്ച് വെക്കാൻ പോവാം. ശകലം കൂടെ വെള്ളം ഇതിന് വേണം. അതിന് ഞാൻ മിക്സി ചെയ്ത വെള്ളമുണ്ട്, മിക്സിക്കകത്ത് എടുത്ത വെള്ളമുണ്ട്. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റവ ചേർത്തത് കൊണ്ട് ഒരു 5 മിനിറ്റ് ഇത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. നമ്മുടെ ഈ മാവിനകത്തോട്ട് ഞാൻ കുറച്ച് തേങ്ങായൂടെ ചേർക്കുന്നുണ്ടായിരുന്നു. നല്ലതുപോലെ ഞവടി ഇച്ചിരി വെള്ളം കുറവാണ് തോന്നുന്നു. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ഇതിനകത്തൊരു തട്ടം വെച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇലയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ലേശം മാവ് ഇട്ട് കൊടുക്കും. വെള്ളം തിളയ്ക്കുമ്പോഴത്തേന് ഇലയിലെല്ലാം മാവ് നമ്മുടെ ഈ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം മടക്കി ഇതിലോട്ട് വെച്ച് കൊടുക്കും. ഇത് അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കാവുന്നതാണ്.
അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് വേവാൻ വെക്കുക. നമ്മുടെ ചക്കയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് പൊളിച്ച് കാണിക്കാം. ഇപ്പം എല്ലായിടും ചക്കയുള്ള സമയമാണ്, അതുകൊണ്ട് ചക്കയപ്പം ഉണ്ടാക്കാൻ എളുപ്പമുണ്ട്. 4 മണിക്ക് ഒരു നല്ല പലഹാരമാണ്.